ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു കിച്ചൺ ടൂർ ആണ്. കിച്ചൺ ടൂർ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കമന്റ് ചോദിച്ചിരുന്നു കിച്ചൺ ടൂർ ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കിച്ചൺ ടൂർ ആക്കാമെന്ന് വിചാരിച്ചത്. ചെറിയ കിച്ചണാണ്, എന്നാലും ഞാൻ എങ്ങനെയാണ് ആ കിച്ചണിൽ മാനേജ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 25 വർഷമായിട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരേ ഒരു കുഞ്ഞ് കിച്ചൺ. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഈ ചെറിയ സ്പേസിൽ എങ്ങനെയാണ് ഞാൻ എല്ലാം വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നും എല്ലാം എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കിച്ചണിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഈ കിച്ചൻ്റെ ഓരോ പാർട്ടായിട്ട് കാണാം കേട്ടോ. ചെറുതാണെങ്കിലും ഞാൻ മുഴുവൻ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഫ്രിഡ്ജൊക്കെ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിന്റെ ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിലെ. ഫ്രിഡ്ജ് വന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ റിവ്യൂവില്. പിന്നെ ഇതാണ് എനിക്ക് ആകെ ഇവിടെ മുകളിലുള്ള ഷെൽഫുകളെ. ഇത് പറഞ്ഞാൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ഉപ്പ് എന്താ പറയാ, സോൾട്ട് പൗഡറാണിത്. ഇത് നമ്മുടെ കല്ലുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് പുളി. പിന്നെ ഇതൊക്കെ നമ്മളിവിടെ ചായപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ, ജീരകം, അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഈ ഷെൽഫിലാണെങ്കിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി ഉണക്കി വെക്കുന്നതാണ്. എല്ലാം എന്നിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കും. വെയിൽ വരുന്ന ദിവസം നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കും. അപ്പൊ ഇതെല്ലാം ഉണക്കി വെച്ചിരിക്കുകയാണ്. ഉലുവ, ജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് അയമോദകം, അങ്ങനെയല്ല. ഇത് നമ്മുടെ പാപ്രിക്ക പൗഡറാണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിച്ചൺ ടവൽസ് ആണ്. ഇത് എൻ്റെ ഓവനിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ആണ്. അത് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ, ഓവൻ ഗ്ലൗസ്. കിച്ചൺ ടവൽസ് പറഞ്ഞ പോലെ ഇത് നല്ല കിച്ചൺ ടവലാണ്. ഇത് സ്പേസസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. സ്പേസസ് ബ്രാൻഡാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ലേയേഴ്സ് ബ്രാൻഡിന്റെ നല്ല കോട്ടൺ കിച്ചൺ ടവലാണ് കേട്ടോ. നല്ലതായിട്ട് വെള്ളം പോകും. ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിരിക്കും. പിന്നെ ഇത് എൻ്റെ ദോശ കോർണറാണ്. ദോശ ചൂടാനുള്ള നല്ലെണ്ണകളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇത് നെയ്യ് ഞാനിങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയാണ് വെക്കുന്നത്. അതാകുമ്പോൾ ദോശക്കല്ലിൽ വെച്ചിട്ട് എനിക്ക് ആവശ്യം വരുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാനും പറ്റും. നെയ്യ്. പിന്നെ ഇത് ദോശയിൽ തടവാനുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തെ ഷെൽഫിലും എക്സ്ട്രാ വരുന്ന പേപ്പർ ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ, പിന്നെ ബേക്കിംഗ് പേപ്പർ, പിന്നെ യൂസ് ചെയ്യാത്ത മിക്സിയുടെ ജാറുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും എൻ്റെ കിച്ചണിൽ ഞാൻ വെക്കാറില്ല. പിന്നെ എയർ ഫ്രയറും ഇവിടെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. എപ്പോഴൊന്നും യൂസ് ചെയ്യുന്നില്ല, എന്നാലും യൂസ് ചെയ്യാറുള്ളതാണ്. ഇതെന്റെ പാനസോണിക് മിക്സി, നല്ല അടിപൊളി മിക്സിയാണ് പാനസോണിക് മിക്സി. പിന്നെ ഈ കോർണർ, ഇത് നല്ലൊരു നൈഫ് ഹോൾഡറാണ് കേട്ടോ. ഇതിൽ സെറാമിക് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ സെപ്പറേറ്റ് ഇതുണ്ട്. പിന്നെ നൈഫ് ഷാർപ്പണർ ഇട്ട് വെക്കാനാണെങ്കിൽ അതിനുണ്ട്. നല്ലൊരു നൈഫ് ഹോൾഡറാണ്. പിന്നെ ഇത് നല്ലൊരു അടിപൊളി സോൾട്ട് ആൻഡ് പെപ്പർ ഇടുന്ന പാത്രങ്ങളാണ്. പക്ഷേ ഞാനതിൽ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടിട്ടില്ല. വലിയ ഹോൾസ് ആയതുകൊണ്ട് അതിൽ കൂടെ ഉറുമ്പും പ്രാണികളൊക്കെ കയറിപ്പോവും. മാത്രമല്ല അവർ കട്ടയായി പോകാനും ചാൻസ് ഉണ്ട്, ഈ ഉപ്പും കുരുമുളകൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിലിട്ട് വെക്കുന്നില്ല. ഭംഗിക്ക് വെറുതെ വരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓർണമെൻ്റലായിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതിങ്ങനെയുള്ള റോസ് ഗോൾഡ് അരിപ്പ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. പിന്നെ സ്പൂണുകൾ, ടോങ്ങൊക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതവിടെ ഇരിക്കും. പിന്നെ ഇത് രണ്ട് എൻ്റെ വാട്ടർ കെറ്റിൽസാണ്, വിസിലിംഗ് കെറ്റിൽസാണ് കേട്ടോ. 2.5 ലിറ്ററോളം വെള്ളം അതിൽ കൊള്ളും. പിന്നെ ഇത് എൻ്റെ ഓയിൽ ട്രേകളാണ്. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എണ്ണ വേണമെങ്കിൽ ഇതെടുക്കും, കുറച്ച് ക്വാണ്ടിറ്റി എണ്ണ വേണമെങ്കിൽ ഇതിൽ വെക്കും, സ്പ്രേ വേണമെങ്കിൽ ഇതിൽ വെക്കും. പിന്നെ സ്പ്രേയർ നല്ല പലർക്കും പറയുന്നുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയുന്നത് അതിന്റെ സ്പ്രിങ് ആക്ഷന്റെ ആയിരിക്കാം ചിലപ്പോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഈ ട്യൂബില് എന്തെങ്കിലും കരട് എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്താൽ മതിയാവും. ഇനി ഇതെന്റെ പെപ്പർ, ഇതാണ് പെപ്പറിന് 2 ടൈപ്പ് ഹോൾസ് ഉണ്ട്. ഇതിലെ വലിയ ഹോളും ഉണ്ട്, ചെറിയ ഹോളും ഉണ്ട്.
ഒക്കെ എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് ഞാനിവിടെ ട്രെയിലാക്കി മാറ്റി വെച്ചേക്കും. ഇത്ര സാധനങ്ങളാണ് എൻ്റെ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് എൻ്റെ 2 ചായപാത്രങ്ങളുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സാധനമാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. സ്റ്റേപ്ലസ് ഞാൻ വാങ്ങിച്ച ലെമൺ സ്ക്വീസർ ആണ്. ഇതുവരെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, കളറൊന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ ലെമൺ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കഴുകി വെക്കും. അത് ഞാൻ ചെയ്യാറുണ്ട്. ഇനി ലെമണിന്റെ ആസിഡ് ഇതിലായിട്ട് കളർ പോയാലോ എന്ന് വെച്ചിട്ട്, പക്ഷെ ഇതൊന്നും പോയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതിന് മാച്ച് ആയിട്ട് തന്നെ വളരെ ചെറിയ കത്രികയും കൂടെ ഉണ്ട്, പാൽ കവറൊക്കെ മുറിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ കോർണറിലുള്ളത് ഇത് സാലഡ് സ്പിന്നർ ആണ്. ഐക്യെന്ന് വാങ്ങിച്ചാണ്, ഓൺലൈൻ വാങ്ങിച്ചതാണ് സാലഡ് സ്പിന്നർ. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കഴുകിയിട്ട് വെള്ളം വാലാൻ വെക്കാനോ, കരിവേപ്പില അങ്ങനെയുള്ള മല്ലിയിലൊക്കെ കഴുകിയിട്ട് നമുക്കിതിൽ വെച്ചിട്ട്, അത് പലർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി കിട്ടും. അത് പിന്നെ ഇവിടെ ഒരു കവറും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റിൽ ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് എപ്പോഴും വേണ്ട സ്ക്രബ്ബറുകളാണ്. സ്കോച്ച് ബ്രൈറ്റിന്റെ ഈ പർട്ടിക്കുലർ സ്ക്രബ്ബറാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാമേ. സ്ക്രബ്ബറുകൾ, സ്റ്റീൽ സ്ക്രബ്ബറുകൾ. പിന്നെ ഈ ഒരു ബ്രഷ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് കോർണറൊക്കെ കഴുകാനൊക്കെ ആയിട്ടൊക്കെ ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴുകാനും പച്ചക്കറിയൊക്കെ തോല് പൊളിക്കാനൊക്കെ കൊണ്ടുവന്ന് പിന്നെ കഴുകാനൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ്. ഇതും ഞാൻ ലുലുമോളിൽ വാങ്ങിച്ച. പിന്നെ ഇതെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണിത്. ഹോക്കിൻസിന്റെ ആണ്, ബേബി കാസറോൾ എന്ന് പറയും. ഇതിൽ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട്. നോൺ സ്റ്റിക്ക് ആണ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്ക് പാത്രമാണ്. സാധാരണ ഞാൻ വേറെ നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. ആകെ 2 നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന് ഇതും ഒന്നൊരു അപ്പച്ചട്ടിയുണ്ട്. വേറെ ഒരു നോൺ സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. സിങ്ക് കഴുകുന്ന സ്ക്രബ്ബർ, ബ്രഷ്, പിന്നെ വിം ലിക്വിഡ്, ഈ സാധനങ്ങളൊക്കെ ഒരു ട്രെയിലാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെക്കും. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ബോഷിന്റെ, ഇതിപ്പം ഡിഷ് വാഷർ ഉള്ളവർക്ക് അറിയാം പറ്റുമായിരിക്കും. ബോഷിന്റെ ഡിഷ് വാഷർ റിൻസൈഡ് ആണ് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആണ്. പാത്രങ്ങളൊക്കെ വൃത്തിയാവുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ട്രൈപ്ലേ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം, സോപ്പിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഇത് വെച്ചിട്ടും കൊണ്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. അപ്പൊ ഇതൊക്കെ എൻ്റെ ഇവിടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്. സാധാരണ ഇതെല്ലാവർക്കും ക്ലോസ്ഡ് ആയിരിക്കും. ഞാനിത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്കിത് എപ്പോഴും ഉണങ്ങി നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിട്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെക്കുക ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന കപ്പുകൾ, തൈരൊക്കെ വെക്കുന്ന ഭരണികൾ, അതൊക്കെ ഇവിടെ ഞാൻ വെക്കും. പ്ലേറ്റ്സ്, ചോറ് വറുക്കുന്നത്, അതൊക്കെ ഇവിടെ വെക്കും. മൈക്രോവേവിൽ യൂസ് ചെയ്യുന്ന ലിഡുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെയൊക്കെ വെക്കും. പിന്നെ ഇവിടെ ഇതൊരു അലുമിനിയം ഷെൽഫാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെക്കും. മിക്സിയുടെ ജാറുകൾ, എക്സ്ട്രാ സ്പൂൺസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള സ്പൂൺ സ്റ്റാൻഡുകളിലാണ് ഞാൻ വെക്കുന്നത്. ഇതിൽ വെള്ളം എന്താ ഇങ്ങനെ പോകും കണ്ടോ. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പോവുകയും ചെയ്യും. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡാണ് ഇത്. കട്ടിംഗ് ബോർഡ് നല്ല കട്ടിംഗ് ബോർഡാണ്. ഇതിന്റെ ബാക്കിൽ ഗ്രേറ്റർ ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കട്ടിംഗ് ബോർഡ്. മിക്സിയുടെ ജാറ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അരിപ്പ, പിന്നെ ബോട്ടിൽ കഴുകുന്ന ബ്രഷ്, ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പാത്രത്തിലൊക്കെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും നനയാതിരിക്കുകയും ചെയ്യും. ഓക്കെ. ഈ ഓവന്റെ താഴെയുള്ള ഷെൽഫില് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അതായത് നമ്മുടെ കോരിക, അച്ചപ്പം ഉണ്ടാക്കുന്ന സാധനം, ഇങ്ങനത്തെ കുറച്ച് വല്ലപ്പോഴും വെരി റെയർലി യൂസ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വലിയ കടായി ഉണ്ട്, അയൺ കടായി. അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി. ഇത് ടെഫാൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അതുപോലെ ഞാൻ കുറച്ച് എല്ലാം ഞാൻ ബോക്സിലാക്കിയാണ് വെക്കുന്നുണ്ടോ. ഇതിൽ കുറച്ച് പാത്രങ്ങൾ വീണ്ടും ഞാൻ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഇങ്ങനെയുള്ള ബൗൾസ് ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ബൗൾസ്
ഈ ബൗൾസ് കാര്യങ്ങളൊക്കെയാണ്. കേക്ക് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന ബൗൾസ്, അതുപോലെ ഇത് കേക്ക് ഉണ്ടാക്കുന്ന ട്രേകൾ, പേപ്പർ ട്രേയിലും ഉണ്ടാക്കും ഞാൻ, അല്ലാത്ത ട്രേയിലും ഉണ്ടാക്കും. അപ്പം അതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്ത് ഉള്ള ട്രേയിൽ ഇത് കേക്കിൻ്റെ ആണ് കംപ്ലീറ്റ്. ഇത് കേക്കിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് കേക്ക് ട്രേസും കേക്ക് ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ട്രേസ്, കേക്കിന്റെ അരിപ്പ, പിന്നെന്താ ഇതുപോലത്തെ ലോഫ് ട്രേസ്. പിന്നെ ഇത് ഞാൻ ഐക്യന്ന് പോയപ്പം, സിംഗപ്പൂർ ഐക്യന്ന് എത്രയോ വർഷമായി, കുറേ വർഷമായി മുമ്പ് വാങ്ങിച്ച ഒരു ബോക്സ് ആണ്. ഇതിൻ്റെ അകത്താണ് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ. മെഷറിംഗ് കപ്സ്, എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ. പിന്നെ ലെമണൊക്കെ ഗ്രേറ്റ് ആണെങ്കിൽ ഗ്രേറ്ററും ഉണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് ഇതൊക്കെ, ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ താഴത്ത് നമ്മളുടെ സ്റ്റോറേജ് ആണ്. പിന്നെ നമ്മുടെ ചെറുപയർ, അത് സാധനങ്ങള്, കേര, പഞ്ചസാര, അതാണ് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് ആണിത്. ഇതും കണ്ടെയ്നേഴ്സ് തന്നെയാണ്. അരി ഒക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. പച്ചരി, ഇത് നമ്മുടെ ചമ്പാവടി അരിയാണ്. ഇതാണ് അളക്കുന്ന ഗ്ലാസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഫേവററ്റ് ഒരു കടായി ഉണ്ട്. നല്ല അടിപൊളി കടായിയാണ്. ഞാൻ പൂരി ഉണ്ടാക്കുന്നതും എല്ലാത്തിനും പറ്റിയൊരു കടായിയാണ് കേട്ടോ. മിയറിന്റെ കടായിയാണ്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഇടാറുണ്ട്. പിന്നെ വേറെ രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ഉണ്ണിയപ്പത്തിന്റെ രണ്ട് സാധനങ്ങൾ, ഒന്ന് കാസ്റ്റേണും ഉണ്ട്, ഒന്ന് നമ്മുടെ ബ്രാസിന്റെ ഉണ്ട്. ഷെൽഫ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ടീക്ക് വുഡ് ആണ്. കുറെ വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് ഇതാണ് എൻ്റെ ഫ്രജൈൽ ഐറ്റംസ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇതെന്റെ ഫേവററ്റ് ടീപോട്ട്, ഗ്ലാസ് ടീപോട്ട്. ഇത് സ്റ്റൗവിൽ വെക്കുന്ന ചായ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലാണ്, കാരണം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ചായ വെക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇത് റെസ്റ്റിലാണ്. അത് ഞാൻ പ്രത്യേകം ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്റെ രണ്ട് സെറാമിക് പോട്ടുകളാണ്. എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. കുക്കിംഗ് ചെയ്യാവുന്ന പോട്ടുകൾ തന്നെയാണ്. ഫിഷ് കറി വെക്കാം, പുളിശ്ശേരി വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. ഇതും ഞാൻ എറണാകുളത്ത് എവിടെയോ പോയപ്പം വാങ്ങിച്ച തൈരൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പാത്രമാണ്. ഇത് ഗിൽമ സ്റ്റൗ ആണ്. ഇത് ഞങ്ങൾ താഴ്ത്തി വെച്ചിട്ടില്ല. ഇത് ഹോബായിട്ട് വെക്കാവുന്നതാണ്, ഗ്രാനൈറ്റ് കുഴിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ആകെ ഒരു ചെറിയ കിച്ചൺ. ഇനി ഇതിന്റെ ഒരു ഗ്രാനൈറ്റ് കൂടെ കട്ട് ചെയ്യാൻ എനിക്കൊരു താല്പര്യം തോന്നാത്തത് കൊണ്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് താഴ്ത്തി വെക്കാത്തതാണ് കേട്ടോ. താഴ്ത്തി വെക്കാൻ പറ്റിയ ഹോബ് തന്നെയാണിത്. പക്ഷെ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അത് ഞാൻ ഇലക്ട്രിക് കണക്ഷൻ ഉള്ളതല്ല, ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതിന്റെ താഴെ ഞങ്ങൾ സിലിണ്ടർ വീട്ടിന് പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ രണ്ട് ഷെൽഫ് ആക്കിയിട്ടുണ്ട്. എന്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനങ്ങള്, പിന്നെ എന്താ പൂരി പ്രസ്, പിന്നെ കുറെ ചെറിയ ചെറിയ കുട്ടി കുട്ടി സാധനങ്ങള്, പിന്നെ ഹോട്ട് മാറ്റ്, സ്റ്റീലിന്റെ ഹോട്ട് മാറ്റ്, ചപ്പാത്തി റോളിംഗ്, പിന്നെ ഇത് എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ടോങ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ താഴെ ഇതാണ് ട്രൈപ്ലൈ സാധനങ്ങളുടെ ഏരിയ ആണ്. ഇതാണ് സ്ഥിരമായിട്ട് ദോശമാവ്, ഇഡലിമാവൊക്കെ അരച്ച് വെക്കുന്ന പാത്രം. ഇത്രയും ഹൈറ്റ് ഉള്ളതാണ് വെക്കുന്നത്. അപ്പൊ ഇത് പൊങ്ങി വരും. ഇതിന്റെ മുക്കാൽ ഭാഗം വരെ മാവ് പൊങ്ങി വരുന്നുണ്ട് ഈ പാത്രത്തിലാണ് വെക്കുന്നത്. പിന്നെ ഇതെല്ലാം ഗ്ലാസ് ലിഡ്സ് ആണ്. ഇത് ഹോക്കിൻസിന്റെ ഗ്ലാസ് ലിഡ്സ് ആണ്. ഇതൊക്കെ എന്റെ ട്രൈപ്ലൈ പാനുകളാണ്. ഇതെല്ലാം എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കാറുള്ളതാണ്. എന്റെ കയ്യിൽ 3 ട്രൈപ്ലൈ പാൻസ് ആണുള്ളത്. ഇത് ഏതാ ഫാക്കൽമാൻ എന്ന് പറഞ്ഞൊരു ഫോറിൻ ബ്രാൻഡ് ആണ്. ഇത് കുറെ വർഷമായതാ കേട്ടോ. ഫാക്കൽമാൻ നല്ല അടിപൊളിയാണിത്. റഫ്യൂസ് ആണ്. ഇത് വിനോദിന്റെ ആണ്. ഇത് സൊലാര എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇതാണ് ട്രൈപ്ലൈ. പിന്നെ ഇതൊക്കെ ഹോക്കിൻസിന്റെ ലിഡുകളാണ്. ഇതെല്ലാം മാറി മാറി ഓരോന്നിനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഉള്ളത് ഇതെന്റെ
പപ്പടം കാച്ചുന്ന ചെറിയ ചീനച്ചട്ടി. പിന്നെ ഇതെന്റെ ഇഡ്ഡലി തട്ട്. ഇഡ്ഡലി സ്റ്റീമർ ഞാൻ എന്റെ ഇഡ്ഡലി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുഞ്ഞു ഇഡ്ഡലി സ്റ്റീമറാണ്. ഒരു എത്ര എണ്ണം ഉണ്ടാക്കാം? 15 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇഡ്ഡലി സ്റ്റീമർ. ആൻഡ് ഇതിന്റെ ബിരിയാണി പോട്ട്, ഹോക്കിൻസ് ബിരിയാണി പോട്ടാണ്. 5 ലിറ്റർ ബിരിയാണി പോട്ടാണ് കേട്ടോ. ഗ്ലാസ് ലിഡ് ആണ്. നമ്മൾ നോൺ സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണെന്ന് അറിയാം ഈ ഹോക്കിൻസിന്റെ ഒക്കെ ഇതുപോലെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ട്രൈപ്ലൈ ആണ്. ട്രൈപ്ലൈ ബിരിയാണി പോട്ടാണിത്. യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ആ ബോഷിന്റെ ഡിഷ് വാഷർ ലിക്വിഡ് നല്ല യൂസ്ഫുൾ ആണ്. ഇവിടെ ഞങ്ങൾക്കൊരു ഡീ ട്രേ ആണുള്ളത്. ഡീ ട്രേ എന്ന് പറയും. ഡീ ട്രേയില് ചപ്പാത്തി പൂരിയൊക്കെ കുഴക്കുന്ന പാത്രം, പിന്നെ അങ്ങനെ 1-2 സ്റ്റീൽ പാത്രങ്ങളുണ്ട്. പിന്നെ ഇവിടെ കടായിസ് ഉണ്ട്. ട്രൈപ്ലൈ കടായിസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുൾ ഔട്ട് ഉണ്ട്. പുൾ ഔട്ടില് പിന്നെ ഈ ചായപാത്രങ്ങൾ കണ്ടാൽ ഒരു ക്രേസ് ആയതുകൊണ്ട് തന്നെ അത് 2-3 ടൈപ്പ് ഉണ്ട്. ശർക്കര ഉരുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്പ് ഞാൻ വാങ്ങിച്ചു കൂട്ടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടു കാണും മിക്കവാറും എന്റെ വീഡിയോയിലൊക്കെ, കടുക് വറുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കത്താനായിട്ട്. ഇത് ഹാർഡനഡൈസ്ഡ് ആണ്, നോൺ സ്റ്റിക്ക് അല്ല, ഹാർഡനഡൈസ്ഡിന്റെ ആണ്. വിം ലിക്വിഡ്, പിന്നെ എക്സ്ട്രാ ബോഷിന്റെ ഡിഷ് വാഷർ ലിക്വിഡ്, പിന്നെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന വിനീഗർ, ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും കിച്ചണിലില്ല. ഇതിന്റെ കുക്കർ ട്രേ, കുക്കർ ഏരിയ ആണ്. ഇത് 1.5 ലിറ്ററിന്റെ സ്റ്റീൽ കുക്കർ. ഇത് 2 ലിറ്ററിന്റെ ഹോക്കിൻസ് സ്റ്റീൽ കുക്കർ. ഇത് 5 ലിറ്ററിന്റെ കുക്കർ. അങ്ങനെയൊക്കെ. ഈ ഓപ്പൺ ഷെൽഫ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും കുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ നനവോ അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ കൊണ്ട് എപ്പോഴും ഷെൽഫ് തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു മെനക്കെടല്ലേ. അപ്പോൾ ഇത് ഓപ്പൺ ഷെൽഫ് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും. ഇതെല്ലാം എപ്പോഴും യൂസ് ചെയ്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ ചോറ് കറിയൊക്കെ ആക്കി വെക്കുന്നതാണ്. ഡെയിലി പ്രൊവിഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ. ഇത് ഗരം മസാലകളൊക്കെ വെക്കുന്ന പാത്രങ്ങളാണ്. ഇതൊക്കെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ്. ഏലക്കായ, കറുവപ്പട്ട ഇതൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് സെല്ലോയുടെ കണ്ടെയ്നേഴ്സ് ആണ്. ഈ കണ്ടെയ്നേഴ്സ് ഇപ്പം ഇതിന്റെ ഗ്ലാസും ഇതിന്റെ അക്രിലിക്കും ഒക്കെ സെയിം ഇറങ്ങുന്നുണ്ട്. പല സൈസിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സെല്ലോയുടെ ആണത്. പിന്നെ ഇതാണ് എൻ്റെ ഇലക്ട്രിക് ചോപ്പർ. ഇലക്ട്രിക് ചോപ്പറിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ പപ്പടം വെക്കുന്ന പാത്രമാണ് കേട്ടോ. അകത്ത് സ്റ്റീലാണ് കേട്ടോ. ഓപ്പൺ ഷെൽഫിന് താഴെയായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചെയറും കൂടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. വളരെ കുറഞ്ഞ സ്പേസിൽ ഇടാൻ പറ്റിയ ഒരു ചെയറും കൂടെയാണ്. നമുക്കൊന്ന് ഇടയ്ക്ക് ഇരിക്കുകയും ചെയ്യാം. അതല്ല നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കാതെ കുക്കിംഗ് ചെയ്യാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ചെയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ വീഡിയോ. അതുപോലെ തന്നെ ഹൈപ്പ് വന്ന ഹൈപ്പും ചെയ്യണേ. കമന്റ് എന്തായാലും ഇടണം കേട്ടോ നിങ്ങൾ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.